Hi learners, welcome to I Plus Training Solutions. കേരള സെറ്റ് ജാനുവരി 2025 നടന്നിട്ടുള്ള എക്സാമിനേഷന്റെ PYQ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു 70ഓളം ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി പല പാർട്ടുകളായിട്ട് ഡിസ്കസ് ചെയ്തു. ബാക്കി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ സെഷനിലെ ആദ്യത്തെ ചോദ്യം 71ാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 71ാമത്തെ ചോദ്യമാണ് വായിക്കുന്നത്. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഫസ്റ്റ് ലിസ്റ്റ് സെക്കൻഡുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് ഫസ്റ്റിൽ പറയുന്നത് ശിശുപാലവധ, കിരാതാർജുനയ്യ, മുദ്രരാക്ഷസ, മൃച്ഛകടിക. 4 ബുക്സ് ആണ് അല്ലെ, 4 ബുക്സിന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ലിസ്റ്റ് സെക്കൻഡില് ഭരാവി, ശൂദ്രക, മാഗ, വിശാഖദത്ത എന്നിങ്ങനെ 4 ഓതേഴ്സിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന ഓതേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് അറിയാം മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അല്ലെ. ദെൻ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കുറച്ച് കോഡ്സ് ആണ് നമ്മളുടെ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് സ്ലൈഡിലാണ്, ഇവിടെ കൊടുക്കാൻ സ്ഥലമില്ലേ, അതുകൊണ്ട് ഞാനത് നെക്സ്റ്റ് സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ആ കോഡുകളും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ഒന്ന് മനസ്സിൽ നിങ്ങൾ എന്തായാലും ഒരു ഐഡിയ ഉണ്ടാവല്ലോ, അങ്ങനെ വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ആൻസറിലേക്ക് പോവാട്ടോ. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റ് 1 ആ ആൽഫബറ്റ്സും ലിസ്റ്റ് സെക്കൻഡിലെ നമ്പേഴ്സുമായിട്ട് മാച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള കോഡുകളാണ് ഇതിലെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആ ഒരു സ്ലൈഡ് ബാക്കിലേക്ക് പോവുക. എന്നിട്ട് നിങ്ങളൊന്ന് ആൻസർ ചെക്ക് ചെയ്ത് നിങ്ങൾ ആൻസർ ഗസ് ചെയ്യുക. അറിയായിരിക്കും ഒരുവിധം ഈ ബുക്സ് ഒക്കെ നമ്മൾ ഇതിൽ ഓൾമോസ്റ്റ് ബുക്സും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുള്ള ബുക്സ് തന്നെയാണ്. അപ്പൊ എന്തായാലും ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആൻസറിലേക്ക് പോവാം. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അതായത് എ കണക്ട് ആവുന്നത് 3 ആയിട്ടാണ്, B1, C4, D2 എന്നിങ്ങനെയാണ്. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഓപ്ഷൻ ബി ആയിരുന്നു. അതായത് എ എന്ന് പറയുന്നത് ഏതാണ്? ശിശുപാലവധ കണക്ട് ആവുന്നത് 3 മാഗ എന്ന ഓതറാണ് ശിശുപാലവധ എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത്. ദെൻ ബി കിരാതാർജുനയ്യ എഴുതിയിട്ടുള്ളത് ഭരാവിയാണ്, ഭരാവി. സി ആയത് മുദ്രരാക്ഷസ എഴുതിയിട്ടുള്ളത് വിശാഖദത്തനാണ്. ഡി മൃച്ഛകടിക എഴുതിയിട്ടുള്ളത് ശൂദ്രകനാണ്. ഒന്നാമത്തെ അതായത് നമ്മുടെ എ ശിശുപാലവധ, അതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സംസ്കൃതത്തിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശിശുപാലവധ. കൃഷ്ണനാണ് ഇതിലെ നായകൻ. 20 സർഗങ്ങളായിട്ടാണ് ഈ ഒരു വർക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 20 സർഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1800ഓളം സ്റ്റാൻസാസ് ഇതിലുണ്ട് കേട്ടോ. കൃഷ്ണനും ശിശുപാലനും തമ്മിലുള്ള യുദ്ധമാണ് ഇതിലെ മെയിൻ തീമായിട്ട് വരുന്നത്. കൃഷ്ണനാണ് നായകൻ. മഹാഭാരതത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഇത്. 7th or 8th സെഞ്ചുറിയാണ് ഇതിന്റെ ഏകദേശം ഒരു പീരീഡ് വരുന്നത്. നെക്സ്റ്റ് കിരാതാർജുനയ്യ. ഈ ഒരു വർക്കും കിരാതാർജുനയും നേരത്തെ പറഞ്ഞ പോലെ സംസ്കൃതത്തിലെ പഞ്ചമഹാകാവ്യങ്ങൾ, അതായത് എപ്പിക് സാൻസ്ക്രിറ്റ് അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് ക്ലാസിക് വർക്ക്സിൽ ഒന്നാണ് കിരാതാർജുനയും. ഭരാവിയാണ് ഇതിന്റെ ഓതർ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കിരാതനും അർജുനും, കിരാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോർഡ് ശിവനും അർജുനനും തമ്മിലുള്ള അവരാണ് ഇതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇവർ തമ്മിലുള്ള ഒരു എൻകൗണ്ടർ ആണ് ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത്. ഇതും മഹാഭാരതത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടുള്ള വർക്കാണ്. 6th സെഞ്ചുറിയാണ് കാലഘട്ടം വരുന്നത്. അടുത്തത് മുദ്രരാക്ഷസ. വിശാഖദത്തന്റെ വർക്കാണ് മുദ്രരാക്ഷസ. ഇതൊരു സാൻസ്ക്രിറ്റ് പ്ലേ ആണ് കേട്ടോ. മുദ്രരാക്ഷസം എന്നതിന്റെ വേർഡ് മീനിങ് വരുന്നത് മന്ത്രിയുടെ ഒപ്പ് എന്നാണ്. 4th സെഞ്ചുറി to 8th സെഞ്ചുറി CE ആണ് ഏകദേശം ഈ ഒരു വർക്കിന്റെ കാലഘട്ടം വരുന്നത്. ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ചിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഇത്. അടുത്തതാണ് മൃച്ഛകടിക എഴുതിയിട്ടുള്ളത് ശൂദ്രകനാണ്. ഇതും ഒരു പ്ലേ തന്നെയാണ് കേട്ടോ. എന്നാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴും ഒരു തർക്ക വിഷയമാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് എക്സ്പ്ലനേഷൻ വരുന്നത്. ചോദ്യം, ദ ഫസ്റ്റ് ഇന്ത്യൻ ആൾജിബ്രിസ്റ്റ് വാസ് ഡാഷ്. ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആൾജിബ്രിസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഭാസ്കര സെക്കൻഡ്, ആര്യഭട്ട ഫസ്റ്റ്, വരാഹമീര, ബ്രഹ്മഗുപ്ത എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ എന്താണെന്നുള്ളത് നോക്കാം. ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി, ആര്യഭട്ട ഫസ്റ്റ് ആണ്. ആര്യഭട്ടയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം തന്നെ നമുക്ക് പോവാം. അതായത് ഇന്ത്യയിൽ ഈ ഓൾജിബ്രയുടെ ഫസ്റ്റ് എക്സ്പോണന്റ് എന്നറിയപ്പെടുന്നത് തന്നെ ആര്യഭട്ടനെയാണ്. അദ്ദേഹം ഒരു പ്രോമിനന്റ് മാത്തമാറ്റീഷ്യനും ആസ്ട്രോണമറും ഒക്കെ ആയിരുന്നു കേട്ടോ. ഭൂമി ഉരുണ്ടതാണ് എന്നൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നതിലത്തെ ഒരു വ്യക്തി ഇദ്ദേഹമായിരുന്നു. നമ്മളത് നമ്മുടെ സ്കൂൾ ലെവലിലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഭൂമി ഉരുണ്ടതാണെന്നുള്ളത് വാദിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ആര്യഭട്ടനാണ്. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ആര്യഭടീയം. ഇന്ത്യൻ ഓൾജിബ്രയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആര്യഭടീയം എന്ന് പറയുന്ന വർക്കാണ്. ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഈ ഒരു ഓൾജിബ്ര എന്നുള്ള ഒരു കാറ്റഗറിയിൽ മാത്രമല്ല, ഒരു അല്ലെങ്കിൽ ആസ്ട്രോണമി ഫീൽഡിലും പിന്നെ ട്രിഗോണമെട്രി, പിന്നെ നമ്പർ സീരീസ്, നമ്പർ തിയറി, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന്റെ ധാരാളം കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ നമ്മൾ ഓപ്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്ന ബ്രഹ്മഗുപ്ത, ഇദ്ദേഹവും ഒരു ഫേമസ് ആയിട്ടുള്ള ഓൾജിബ്രയിസ്റ്റ് ആണ്. ആര്യഭട്ടയുടെ വർക്ക് ഉണ്ടല്ലോ, ആര്യഭടീയം, ആ വർക്കിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തൊക്കെ കൊണ്ടുവന്ന് ഓൾജിബ്രൈക് കോൺസെപ്റ്റുകളും അതിന്റെ കുറച്ച് സൊല്യൂഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ബ്രഹ്മഗുപ്ത. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ആൾജിബ്രിസ്റ്റ്, ഫസ്റ്റ് ഇന്ത്യൻ ആൾജിബ്രിസ്റ്റ് എന്നറിയപ്പെടുന്നത് ആര്യഭട്ടയാണ്. ബ്രഹ്മഗുപ്ത ഇസ് ഓൾസോ ആൻ ആൾജിബ്രിസ്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം 73ാമത്തെ ചോദ്യം. അമീർ ഖുസ്രു മെൻഷൻസ് many Dravidian languages in his writing. Among them, one was Dursamudri. Which is the language at present called? അതായത് അമീർ ഖുസ്രു അദ്ദേഹത്തിന്റെ വർക്ക്സിൽ ധാരാളം ദ്രവിഡിയൻ ലാംഗ്വേജസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊരെണ്ണാണ് ദുർസമുദ്രി എന്ന് പറയുന്നത്. ഇത് ഇന്നത്തെ ഏത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കന്നഡ, തമിഴ്, തെലുങ്ക്, മലയാളം. കുറച്ച് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചിന്തിക്കാത്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, ഇതുവരെ വരാത്ത ഒരു ടൈപ്പ് പാറ്റേൺ ആണിത്. പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് അധികം അങ്ങനെ കണ്ടിട്ടില്ല അല്ലെ. നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഓപ്ഷൻ എ കന്നഡയാണ് ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. ദുർസമുദ്രി എന്ന് പറയുന്ന ലാംഗ്വേജ് സൗത്തേൺ കർണാടകയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലാംഗ്വേജ് ആയിരുന്നു. അമീർ ഖുസ്രു തൻ്റെ വർക്കിൽ ധാരാളം ലാംഗ്വേജസിനെ കുറിച്ചിട്ട്, ഇത്തരത്തിലുള്ള ദ്രവിഡിയൻ ലാംഗ്വേജസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന ദുർസമുദ്രി. കന്നഡ ലാംഗ്വേജിനെ ആണ് അത് പറയുന്നത്. മറ്റു ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ തെലങ്കാനി എന്ന് പറയുന്നതാണ് തെലുഗു, ആ ഒരു ഭാഷ, അതായത് ആന്ധ്രാപ്രദേശ് ഭാഗങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഭാഷ. അടുത്തതാണ് ഗുജറി എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഭാഷേനെയാണ്. നമുക്കതൊക്കെ ഒരുവിധം നമുക്ക് പേരിൽ നിന്ന് തന്നെ നമുക്ക് അസ്യൂം ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. മാബറി എന്ന് പറയുന്നത് തമിഴ് ലാംഗ്വേജ്, തമിഴ്നാട്ടിൽ സംസാരിക്കുന്ന ലാംഗ്വേജിനെയാണ്. ഗൗരി എന്ന് പറയുന്നത് ബംഗാളി ഭാഷേനെയാണ്, ബംഗാളിൽ സംസാരിക്കുന്ന ഭാഷേനെയാണ്. അതുപോലെ അവധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവധി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ, വെസ്റ്റേൺ ഉത്തർപ്രദേശിലെ ഭാഷയാണ്. ഈസ്റ്റേൺ ഉത്തർപ്രദേശിലെ ഭാഷയാണ്. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് ഹിന്ദവി അല്ലെങ്കിൽ ഹിന്ദുവി ആണ്. ഡൽഹി ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഭാഷയാണിത്. അപ്പൊ ഇത്രയും ഭാഷകളെ കുറിച്ചിട്ടൊക്കെ അമീർ ഖുസ്രു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വർക്ക്സിൽ. അമീർ ഖുസ്രു എന്ന് പറയുന്നത് പാരറ്റ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ തത്ത അല്ലെങ്കിൽ തൂത്തി ഹിന്ദ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് കേട്ടോ. അടുത്ത ചോദ്യം. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ കറക്റ്റ് വെൻ കൺസിഡറിങ് ദ വർക്ക്സ് ആൻഡ് ദെയർ തീം ഡ്യൂറിങ് ദ സുൽത്താനേറ്റ് പീരീഡ്. ഓക്കെ, അതായത് സുൽത്താനേറ്റ് പീരീഡിൽ അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് വർക്ക്സും അതിന്റെ തീമുമാണ് നൽകിയിട്ടുള്ളത്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഖുറാൻ ഉസ് സദൻ ഈസ് എ ഹിസ്റ്റോറിക്കൽ masnavi composed in poetry, and the meeting between Kaikubad and Bughra Khan is highlighted. രണ്ടാമത്തത് മിഫ്താ ഉൽ ഫുതൂഫ്
is composed in verse and the military campaigns of Jalaluddin Khilji are described in this book. മൂന്നാമത്തത് ദേവൽ റാണി and Kaiser Khan is a masnavi of Amir Khusro describes the story of the love adventures of Kaiser Khan with Deval Rani. നാലാമത്തേത് Nuhi Sifire is a prose work and it contains descriptions of the victories of Alauddin Khilji. അപ്പോൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ് നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 1, 2 and 3 ഓൺലി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് അതൊക്കെയാണ്. അതായത് ഖുറാനുസ്സദൈൻ എന്ന് പറയുന്ന ആ ഒരു വർക്ക് അതിൽ പറയുന്നത് എന്താണ്, മീറ്റിംഗ് ബിറ്റ്വീൻ ഖൈക്കുബാദ് ആൻഡ് ബുഗ്രാഖാൻ ആണ് അതിൽ പറയുന്നത് ഈസ് ഹൈലൈറ്റഡ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മിഫ്താ ഉൽ ഫുതു ഈസ് കമ്പോസ്ഡ് ഇൻ വേഴ്സസ് ആൻഡ് ദ മിലിറ്ററി ക്യാമ്പയിൻ ഓഫ് ദ ജലാലുദ്ദീൻ ഖിൽജി ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദിസ് ബുക്ക്. മൂന്നാമത്തേത് ദേവൽ റാണി ആൻഡ് കൈസർ ഖാൻ ഈസ് എ masnavi of Amir Khusro described the story of the love adventures of Kaiser Khan with Deval Rani. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് നൂഹി സഫയർ എന്ന് പറയുന്നത് ഒരു പ്രോസ് വർക്ക് ആണെന്നാണ്. ആക്ച്വലി അതൊരു പ്രോസ് വർക്ക് അല്ല, അതൊരു മസ്നവി ആണ്. മസ്നവി എന്ന് പറയുന്നത് ലോങ് നറേറ്റീവ് പോയത്തിനെയാണ് മസ്നവി എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ തീമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് വിക്ടറീസ് ഓഫ് അലാവുദ്ദീൻ ഖിൽജി എന്നാണ്. പക്ഷേ ആക്ച്വലി അലാവുദ്ദീൻ ഖിൽജിയുടെ വിക്ടറീസ് അല്ല ഇതിൽ പറയുന്നത്. കുത്തബ് അൽ ദീൻ മുബാരക് ഷാഹിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഈ ഇദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കാണ് നൂഹി സഫയർ എന്ന് പറയുന്ന വർക്ക്. അമീർ ഖുസ്രുവിന്റെ ഒരു വർക്കാണ് കേട്ടോ ഇത്. 75ാമത്തെ ചോദ്യം. ദ സുൽത്താൻ ഹു വാസ് നോൺ ആസ് ദ പ്രിൻസ് ഓഫ് കനാൽ ഇറിഗേഷൻ. കനാൽ ഇറിഗേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ ഒരു ചോദ്യം നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഈ ഒരു പോയിന്റ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അലാവുദ്ദീൻ ഖിൽജി, ഫിറോസ് ഷാ തുഗ്ലക്, ബാൽബൻ, മുഹമ്മദ് ബിൻ തുഗ്ലക് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ഫിറോസ് ഷാ തുഗ്ലക് ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഡൽഹി സുൽത്താനേറ്റിലെ തുഗ്ലക് ഡൈനാസ്റ്റിയിൽ വരുന്ന ഫിറോസ് ഷാ തുഗ്ലക് ആണ് പ്രിൻസ് ഓഫ് കനാൽ ഇറിഗേഷൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കനാൽ ഇറിഗേഷൻ പ്രൊജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇദ്ദേഹമാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു ടൈറ്റിലിട്ട് മെൻഷൻ ചെയ്യുന്നത്. 14th സെഞ്ചുറി ഒരു കാലഘട്ടത്തിൽ ഇൻഡോ ഗാഞ്ചറ്റിക് ഡോബില് ഇദ്ദേഹം ധാരാളം കനാൽ ഇറിഗേഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം മാത്രമല്ല, ഒരു മിഡീവൽ കാലഘട്ടത്തിൽ വിജയനഗര എംപയറിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കനാൽ ഇറിഗേഷൻ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ മുഗൾ കിങ് ആയിട്ടുള്ള ഷാജഹാൻ ഇത്തരത്തിലുള്ള കനാൽ ഇറിഗേഷൻ പദ്ധതികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇദ്ദേഹമാണ്, അതായത് നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക് ആണ് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പ്രിൻസ് ഓഫ് കനാൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അറേഞ്ച് ദ ഫോളോയിങ് മുഗൾ റൂളേഴ്സ് വിത്ത് ദെയർ റെജിം ക്രോണോളജിക്കലി. അതായത് അവരുടെ ഒരു പീരീഡ് അനുസരിച്ചിട്ട് അവരെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അക്ബർ, ഹിമയൂൺ, ബഹദൂർ ഷാ ഫസ്റ്റ്, ജഹാന്തർ ഷാ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. നമുക്ക് നോക്കാം. അതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. കിങ്ങിന്റെ പേര്, അതായത് മുഗൾ റൂളേഴ്സിന്റെ പേര് അക്ബർ, ഹിമയൂൺ, ബഹദൂർ ഷാ ഫസ്റ്റ്, ജഹാന്തർ ഷാ എന്നിങ്ങനെയാണ്. നോക്കാം. ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. അതായത് 2, 1, 3, 4 എന്നിങ്ങനെയാണ് ആ ഒരു ഓർഡർ വരുന്നത്. രണ്ടാമത്തത് ഹിമയൂൺ, പിന്നെ ഫസ്റ്റ് വരുന്നത് അക്ബർ, ദെൻ മൂന്നാമത്തത് ബഹദൂർ ഷാ ഫസ്റ്റ്, ദെൻ ജഹാന്തർ ഷാ. അതായത് ഹിമയൂൺ, അക്ബർ, ബഹദൂർ ഷാ, ജഹാന്തർ ഷാ എന്നിങ്ങനെയാണ് 4 എണ്ണം അറേഞ്ച് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇത്തരത്തിൽ കിങ്ങിന്റെ പേര് നമ്മൾ പഠിക്കുമ്പോൾ അത് ക്രോണോളജിക്കലി തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. കാരണം ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ട് വരാറുണ്ട് എന്നുള്ളത്. വളരെ ഇത് അത്ര എന്താ പറയുക, സാധാരണഗതിയിൽ സെറ്റ് എക്സാമിന് കുറേ നാളായിട്ട് ചോദിക്കാത്ത ഒരു ടൈപ്പാണിത്. മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്തൊന്നും ഇത്തരത്തിൽ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ട് അങ്ങനെ ചോദ്യം വന്ന് കണ്ടിട്ടില്ല. പക്ഷെ ഇതൊരു ഹിന്റാണ്. ഇപ്പം ഇങ്ങനെ പുതിയ പണ്ടത്തെ ഒരു പാറ്റേൺ ഇപ്പോഴും എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഏരിയ കൂടി കവർ ചെയ്ത് പോകണം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കേപ്പബിൾ ആയിരിക്കണം. അപ്പോൾ ക്രോണോളജി നമ്മളത് സിമ്പിളാണ് എന്ന് വിചാരിച്ച് അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ക്രോണോളജിക്കലി തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ഹുമയൂണിന്റെ മകനാണ് അല്ലെ അക്ബർ എന്ന് പറയുന്നത്. ദെൻ ബഹദൂർ ഷാ ഫസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് ഷാ ആലം ഫസ്റ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പേര്. 8ാമത്തെ മുഗൾ എംപറർ ആണ് അദ്ദേഹം. 1707 to 1712 വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. ഔറംഗസേബ് ഉണ്ടല്ലോ, 6ാമത്തെ മുഗൾ ചക്രവർത്തി ആയിട്ടുണ്ടായിരുന്ന ഔറംഗസേബിന്റെ മകനാണ് കേട്ടോ ഇദ്ദേഹം. ബഹദൂർ ഷാ സെക്കൻഡ് ഓർ ഷാ ആലം ഫസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി. ബഹദൂർ ഷാ ഫസ്റ്റ് കേട്ടോ, സെക്കൻഡ് അല്ല, ബഹദൂർ ഷാ ഫസ്റ്റ് അല്ലെങ്കിൽ ഷാ ആലം ഫസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു വ്യക്തി ഔറംഗസേബിന്റെ 2ാമത്തെ മകനാണ്. 9ാമത്തെ മുഗൾ റൂളറാണ് ജഹന്തർ ഷാ. നമ്മൾ നേരത്തെ പറഞ്ഞ ബഹദൂർ ഷാ ഫസ്റ്റ്, അതായത് ഷാ ആലം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മകനാണ് ഈ ജഹന്തർ ഷാ. അതായത് ഔറംഗസേബിന്റെ പൗത്രൻ എന്ന് പറയില്ല, അതായത് മകന്റെ മകൻ ആണ് ജഹന്തർ ഷാ. ഇദ്ദേഹം വളരെ കുറച്ച് പീരീഡ് മാത്രമേ ഭരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു വർഷത്തിൽ താഴെ, അതായത് 350ഓളം ദിവസം മാത്രമേ അദ്ദേഹം ഭരിച്ചിട്ടുള്ളൂ. ബഹദൂർ ഷാ ഒരു 5 വർഷത്തോളം വളരെ ലേറ്റ് ആയിട്ട് കിരീടധാരണം നടത്തിയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കേട്ടോ ബഹദൂർ ഷാ ഫസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം 64ാമത്തെ വയസ്സിലോ മറ്റോ ആണ് കിരീടധാരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അക്ബർ ഹുമയൂണിനെ കുറിച്ചിട്ടൊക്കെ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, 77ാമത്തെ ചോദ്യം. He was a many-sided genius, alike in war and peace. By K. നീലകണ്ഠ ശാസ്ത്രി. Identify the Pallava ruler. ഒരു പല്ലവ റൂളറിനെ കുറിച്ചിട്ട് കെ നീലകണ്ഠ ശാസ്ത്രി പറഞ്ഞിട്ടുള്ള വാക്കാണ് He was a many-sided genius, alike in war and peace എന്നുള്ളത്. ഇത് ആരെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സിംഹവിഷ്ണു, മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ്, നരസിംഹവർമ്മൻ, പരമേശ്വരവർമ്മൻ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ് ആണ്. മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ് കാഞ്ചിയിലെ പല്ലവ റൂളേഴ്സിൽ 2ാമത്തെ വ്യക്തിയാണ് മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ്. ഫൗണ്ടർ ആയിട്ടുള്ള പല്ലവ വംശത്തിന്റെ സ്ഥാപകനായിട്ടുള്ള സിംഹവിഷ്ണുവിന്റെ മകനാണ് മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ്. ഇദ്ദേഹത്തിന്റെ കണ്ടംപററിനാണ് ചാലുക്യ കിങ് ആയിട്ടുള്ള പുലികേശൻ സെക്കൻഡ്. ഈ പുലികേശൻ സെക്കൻഡിന്റെ അടുത്ത് ഇദ്ദേഹം ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുന്നൊക്കെ ഉണ്ട്. മട്ടവിലാസ പ്രഹസന എന്ന ഒരു പ്ലേ അത് എഴുതിയിട്ടുള്ളത് മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ് ആണ്. മട്ടവിലാസ പ്രഹസന എന്ന് പറയുന്ന പ്ലേ എഴുതിയിട്ടുള്ളത് ആരാണ്? മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ് ആണ്. ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിന്റെ വളരെ വലിയൊരു പാട്രോൺ ആയിരുന്നു മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽഡിൽ വളരെയധികം അറിയപ്പെടുന്ന വ്യക്തി കൂടിയായിരുന്നു കേട്ടോ ഇദ്ദേഹം. മഹാബലിപുരം ലൈറ്റ് ഹൗസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഇദ്ദേഹമായിരുന്നു, മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ് ആയിരുന്നു. 78ാമത്തെ ചോദ്യം. ദ കമൽ സെറ്റിൽമെന്റ്, a land policy based on the classification of the qualities of the land and newly cultivated areas in the Maratha region was introduced by whom? കമൽ സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ലാൻഡ് പോളിസി ആരുടെ കാലഘട്ടത്തിലാണ്? ഏത് മറാത്ത റീജിയണത്തെ ഒരു സെറ്റിൽമെന്റ് ആണ് അല്ലെങ്കിൽ ലാൻഡ് പോളിസിയാണ്. ഇത് ആരുടെ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശിവജി, സംഭാജി, ബാലാജി ബാജിറാവു, ബാലാജി വിശ്വനാഥ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബാലാജി ബാജിറാവു എന്നുള്ളതാണ്. കമാൽ സെറ്റിൽമെന്റ് എന്നുള്ള ഒരു ലാൻഡ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബാലാജി ബാജിറാവു ആണ്. ഈ ലാൻഡ് പോളിസി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാളിറ്റീസ് ഓഫ് ലാൻഡ് ആൻഡ് ന്യൂലി കൾട്ടിവേറ്റഡ് ഏരിയാസ് ഇൻ ദ മറാത്ത റീജിയൻ. അതായത് ലാൻഡിന്റെ ക്വാളിറ്റീസിനെ കുറിച്ചിട്ടും അതുപോലെ അതിന്റെ ഒരു ലാൻഡിന്റെ ക്വാളിറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, അത് മാത്രമല്ല ന്യൂലി കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് ഉണ്ടല്ലോ അതിന്റെയും ഒരു ക്ലാസിഫിക്കേഷൻ എന്നുള്ള നിലയിലാണ് ഇത്തരത്തില് കമാൽ സെറ്റിൽമെന്റ് എന്ന പേരിൽ ഒരു ലാൻഡ് പോളിസി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ബാലാജി ബാജിറാവു ആണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ബാലാജി ബാജിറാവുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മറാത്ത സെക്ഷനിലെ അല്ലെങ്കിൽ മറാത്ത എംപയറിലെ 8ാമത്തെ പേഷു ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ബാലാജി ബാജിറാവു. 1712 to 1761 വരെയാണ് ഇദ്ദേഹത്തിന്റെ പീരീഡ് വരുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവായിട്ടുണ്ടായിരുന്ന ബാജിറാവു ഫസ്റ്റ് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഇദ്ദേഹം പേഷു ആയിട്ട് അധികാരത്തിലെത്തുന്നത് 1740. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഛത്രപതി എന്ന് പറയുന്നത് വെറും ഒരു നോമിനൽ പൊസിഷൻ മാത്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഫുൾ പവർ എന്ന് പറയുന്നത് ഈ പേഷ്വയ്ക്ക് ആയിരുന്നു. 79ാമത്തെ ചോദ്യം. ദ ലീഡർ ഓഫ് ദ വിമൻസ് വിങ് ഓഫ് ആർമി നോൺ ആസ് ദ ദുർഗാദൾ
ഓഫ് ജാൻസി ഡ്യൂറിംഗ് ദ റിവോൾട്ട് ഓഫ് 1857. 1857 കലാപത്തിൽ ദുർഗാദൾ എന്ന് പറയുന്ന വിമൻസ് വിങ് ഓഫ് ആർമി അതിന്റെ ലീഡർ ആയിട്ടുണ്ടായിരുന്നത് ഝാൻസി റാണിയുടെയാണ്. ഇതിന്റെ ലീഡർ ആയിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കമലാഭായി, ജാൽക്കരി ഭായ്, അനാർക്കലി ചന്ദ്, ജാനകി മാതാ ഭായ് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. ഓപ്ഷൻ ബി ജൽക്കാരി ഭായി ആണ് ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. സോ ജാൽക്കരി ഭായി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. വിമൻസ് വിങ്ങിന്റെ അതായത് ദുർഗാദൾ എന്നറിയപ്പെടുന്ന ലക്ഷ്മിബായിയുടെ ഝാൻസി റാണിയുടെ വിമൻസ് വിങ്ങിന്റെ അതായത് 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിമൻസ് വിങ്ങിന്റെ ഝാൻസി റാണി നയിക്കുന്ന വിമൻസ് വിങ്ങിന്റെ ദുർഗാദൾ എന്ന് പറയുന്ന വിമൻസ് വിങ്ങിന്റെ ലീഡർ ആയിട്ടുണ്ടായിരുന്നത് ജാൽക്കരി ഭായി ആണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ ബർത്ത്ഡേ ഓഫ് ബിർസ മുണ്ട ദ ട്രൈബൽ വാരിയർ ഓഫ് ഇന്ത്യ വിച്ച് ഈസ് ഒബ്സർവ്ഡ് ആസ് ദ ട്രൈബൽ പ്രൈഡ് ഡേ. അപ്പോൾ ബിർസ മുണ്ടയുടെ ബർത്ത്ഡേ എന്നാണ്, ബർത്ത് ഡേറ്റ് എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 15, ഒക്ടോബർ 15, നവംബർ 15, ഡിസംബർ 15 എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫിഗറിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അതായത് ഒരു വ്യക്തിയെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബയോഡാറ്റ അതായത് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈലും കൂടി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് കാണിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ 80ാമത്തെ ചോദ്യം. ബിർസ മുണ്ടയുടെ ബർത്ത്ഡേ ഡേറ്റ് എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ട്രൈബൽ പ്രൈഡ് ഡേ ആയിട്ടും ആചരിക്കുന്നുണ്ട് കേട്ടോ. നവംബർ 15 ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. നമ്മൾ മുണ്ട റിബല്ലിയൻ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിർസ മുണ്ട. ഇദ്ദേഹത്തിന്റെ ബർത്ത് പീരീഡ് വരുന്നത്, ഡേറ്റ് വരുന്നത് 15 നവംബർ 1875 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോർഷൻസ് പറഞ്ഞിട്ടുള്ളത്. 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതോടെ നമ്മുടെ 80 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത 10 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്